എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം. കാഞ്ഞിരമറ്റം സ്വദേശിനി റംലത്ത് എന്ന 54-കാരിക്ക് വൻകുടലിലെ മുഴ നീക്കം ചെയ്ത ശസ്ത്രക്രിയയിൽ വീഴ്ച ഉണ്ടായി എന്നാണ് മകൻ ആരോപിക്കുന്നത്. അനാവശ്യമായി ശസ്ത്രക്രിയ നടത്തിയെന്നും തുടർ ശസ്ത്രക്രിയ വൈകിപ്പിച്ചുവെന്നും കാട്ടി കുടുംബം പരാതി നൽകി. എന്നാൽ ആരോപണം ആശുപത്രി നിഷേധിക്കുകയാണ്. ശസ്ത്രക്രിയ അനിവാര്യമായിരുന്നു എന്നും ഓൺകോൾ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറുടെ തിരക്കാണ് രണ്ടാം ശസ്ത്രക്രിയ വൈകാൻ ഇടയാക്കിയതെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ഈ റിപ്പോർട്ടോടെ ന്യൂസ് പ്ലസ് പൂർണ്ണമാവുകയാണ്. ഇതിന് ശേഷം സത്യം പറയട്ടെ കാണാം. കൃത്യം 8 മണിക്ക് RDX ഞങ്ങളുടെ പുതിയ ഷോയാണ്. ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർമാരായ ഹർഷനും സനീഷും ചേർന്ന് അവതരിപ്പിക്കുന്ന ഷോയാണ്. പ്രേക്ഷകർ തീർച്ചയായും കാണണം. ഇന്നു മുതൽ ഇങ്ങനെ ഒരു ഷോ കൂടി ഉണ്ട്. ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് RDX. അത് കാണണം, വിലയിരുത്തണം, അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം. നമസ്കാരം. എനിക്കാണെങ്കിൽ ആരുമില്ലാത്ത, എനിക്ക് ഭർത്താവില്ല, ഉമ്മയില്ല, വാപ്പയില്ല, ആങ്ങളമാരാ, ആരുമില്ല. പിന്നെ ഈ ഒരു കൊച്ചു കല്യാണം കഴിക്കാത്തതാണ്. ഈ കൊച്ചാണ് ഞാൻ നോക്കുക, അന്വേഷിക്കുക വെച്ചതിന്. അതാണെങ്കിൽ വല്ലപ്പോഴും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ബാഗ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു വിളിക്കുക. അതിന് മാത്രം ബാഗ് ഇടാൻ അറിയാൻ പാടുള്ളൂ. അത് കാരണം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇടുക. എന്നിട്ടത് അതിന് പണിക്കൊന്നും പോകാൻ പറ്റില്ല. എല്ലാ പണിയും അതാ ചെയ്യണത്. വൻകുടലിൽ മുഴയുണ്ടാവുകയും ഇതിനാൽ രക്തസ്രാവം അനുഭവപ്പെട്ടതോടെയുമാണ് റംലത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സ്കാനിങ്ങിൽ മുഴ വലുതാകുന്നതായി കണ്ടെത്തി. ഇത് അർബുദത്തിന്റെ ലക്ഷണമായി കണക്കാക്കാമെന്ന് പറഞ്ഞാണ് ഡോക്ടർ സജി മാത്യു വൻകുടലിൽ ശസ്ത്രക്രിയ നടത്തിയത്. വൻകുടലിന്റെ ഒരു ഭാഗം പുറത്തെടുത്ത് വയറിന് പുറത്ത് ഒരു ബാഗിൽ ചേർത്ത് വച്ച ശേഷം മുഴ മാറ്റി. ഇതിന്റെ ഒരു ഭാഗം അർബുദമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായി ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഇതിൽ അർബുദമില്ലെന്ന് കണ്ടെത്തി. അതേസമയം ഇതിന് ശസ്ത്രക്രിയ ആവശ്യമില്ലായിരുന്നു എന്ന രീതിയിൽ ആശുപത്രിയിലെ നഴ്സുമാർ സംസാരിച്ചത് റംലത്തിന്റെ മകൾ കേട്ടു. പുറത്തേക്ക് മാറ്റിവച്ച വൻകുടലിന്റെ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശസ്ത്രക്രിയ വൈകുകയും ചെയ്തു. ഇതോടെ കുടുംബം ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. ആദ്യമേ ഉമ്മക്ക് ഇങ്ങനെ ബ്ലഡ് പോണ ഇതാണ്. ആ കംപ്ലൈന്റ് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും തന്നെ ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്ന പോലെയാണ്. ഒരു ടെസ്റ്റും ഇല്ലാണ്ട് എൻ്റെ പെങ്ങളെ അടുത്ത് ഡയറക്റ്റ് ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതെ, പ്രശ്നം വന്നത് തന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു കൺഫേം ചെയ്ത്. അത് കഴിഞ്ഞ ശേഷം 2ാമത്തെ മാസം ബയോപ്സി റിസൾട്ട് വന്നു. അതിനകത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പേരൊക്കെ അന്വേഷിച്ചു. ഇവിടെ ഒരു 10 പേരെന്തോ ഉണ്ട് ഈ ബാഗിൻ്റെ ഇങ്ങനെയുള്ള രോഗികൾ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മലം പോകില്ലായിരുന്നു. പിന്നെ ക്യാൻസർ ആയിട്ടാണ് ഇതിങ്ങനെ വെക്കണം, ഇപ്പം 5 വർഷമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉമ്മാക്ക് ക്യാൻസറും ഇല്ല, മലം പോവാത്ത രോഗമില്ല, ഒന്നുമില്ല. ഇതോടെ തുടർ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രി തീയതി അനുവദിച്ചെങ്കിലും അന്നും ശസ്ത്രക്രിയ നടന്നിട്ടില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് തള്ളി. വളരുന്ന മുഴയായതിനാൽ അതിന് അർബുദ സാധ്യതയുണ്ടെന്ന് പ്രാഥമികമായി വിലയിരുത്തും. വളരുന്ന മുഴയായതിനാൽ അത് നീക്കം ചെയ്യുന്നതാണ് ചികിത്സാരീതി. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ബയോപ്സി നടത്തുക. ഇതാണ് റംലത്തിന്റെ രോഗത്തിനും ചെയ്തതെന്നാണ് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ വിശദീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് അന്ന് ഡേറ്റ് ഇല്ലായിരുന്നു. ഡേറ്റ് അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവര് വലിയ അന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു. ആ ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പരാതിയായിട്ട് അന്ന് വന്നിരുന്നു. ഞാൻ സജി മാത്യുവിന് ഏറ്റവും അടുത്ത ദിവസം ഡേറ്റ് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന ആശുപത്രി വഴക്കുണ്ടാക്കി ഓഫീസിൽ വഴക്കുണ്ടാക്കുന്നതിന്റെ തൊട്ടടുത്ത ആഴ്ച ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞു വിടുകയും ചെയ്തതാണ്. പക്ഷെ ഇവര് ഡോക്ടറെതിരെ ഒരു പോലീസ് കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. റംലത്തിനെ ചികിത്സിച്ച ഡോക്ടർ സജി മാത്യുവാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം ഓൺകോൾ സർജറി നടത്തുന്നത്. അതുകൊണ്ടാണ് തുടർ ശസ്ത്രക്രിയയുടെ തീയതി വൈകിയതെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഇത് ചെയ്യുന്ന സജി മാത്യു എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അദ്ദേഹം ഓൺകോൾ സർജറി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഒരേ ഒരു ഡോക്ടറാണ് സർക്കാർ മേഖലയിൽ. അപ്പൊ അയാൾക്ക് ഭയങ്കര ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സർജറി ഒക്കെ ചെയ്യുന്ന എറണാകുളം ജില്ലാ ആശുപത്രിയിലും അതുപോലെ ജില്ലയിലും അയാൾക്ക് ഭയങ്കര തിരക്കാണ്. ഇതിന് കുറച്ച് എക്സ്പെർട്ടൈസേഷൻ വേണ്ട സർജറികളാണ്. പുതിയ ചികിത്സാ തീയതി നൽകിയിട്ടും കുടുംബം രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം വലിയ വീഴ്ചയാണ് റംലത്തിന്റെ ചികിത്സയിൽ ഉണ്ടായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുയർത്തിയ ഡോക്ടർക്കെതിരെ റംലത്തിന്റെ കുടുംബം പോലീസിലും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം തുടരുകയാണ്. ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.